ചേട്ടാ നമ്മൾ ഈ ഭരണം മാറിയതിന് ശേഷം സി പി എമ്മിൻ്റെ സൈബർ സഖാക്കളായിട്ടുള്ള പലരും പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തി അവർ ആധികാരികമില്ലാത്തതും നുണ പറയുന്നതും അങ്ങനെ പല സാധനങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മളത് അതിന് വലിയ വില കൊടുക്കാത്തതിന് കാരണം അത് അത്രയും നിലവാരമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങ് തള്ളിക്കളയും. പക്ഷേ നമ്മളിപ്പം പാർട്ടി പത്രമാണ് ദേശാഭിമാനി, പാർട്ടി ചാനലാണ് കൈരളി. അപ്പം ഇതൊരു മാധ്യമം ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ആധികാരികത നമ്മൾ അതിൽ രാഷ്ട്രീയമായിട്ട് തന്നെ അവർ ചായ്വ് പ്രകടിപ്പിക്കുമെങ്കിലും നൽകുന്ന വാർത്തകൾക്ക് ഒരു ആധികാരികതയുണ്ട് എന്ന് നമ്മൾ പൊതുവെ ഈ മാധ്യമ മേഖലയിലുള്ള നമ്മൾ വിലയിരുത്താറുണ്ട്. അതെ. അപ്പം പക്ഷേ ഇപ്പം സൈബർ സഖാക്കളെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള വിചിത്രമായ വാദങ്ങളാണ് അവർ വാർത്തയാക്കുന്നത്. ഇപ്പം അതിന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അവരൊരു വാർത്ത കൊടുത്തിരുന്നു, പിഞ്ചു കുഞ്ഞുങ്ങളോടും UDF സർക്കാരിന്റെ വഞ്ചന, അരി 4 കിലോയായി വെട്ടിക്കുറച്ചു എന്നാണ് അവർ നൽകിയിരിക്കുന്ന വാർത്ത. സ്കൂളുകൾ കൊടുക്കുന്ന ഈ ഓണത്തിന് കൊടുക്കുന്ന അരിയെ സംബന്ധിച്ചുള്ളതാണ്. അതായത് 4 കിലോയായിട്ട് ഇപ്പോഴത്തെ പുതിയ ഗവൺമെന്റ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. പിണറായി സർക്കാർ ഇതിന്റെ എത്ര ഇരട്ടി കൊടുത്തോണ്ടിരുന്നതാണ്, വേറെ 4 കിലോ കൊടുത്ത് പരിപാടി അവസാനിപ്പിച്ചു എന്നാണ് നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആയിരിക്കും തോന്നുന്നത്. ഇതിനു മുമ്പ് എന്താ 5, 6, 7 കിലോ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ അതിനകത്ത് ഏറ്റവും കോമഡി എന്ന് പറയാൻ മറ്റൊരു കാര്യമുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു വർഷം മുന്നേ ഇതേ ദിവസം 2025 ഓഗസ്റ്റ് 20 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടി ഇട്ടിരുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അത് ഇങ്ങനെയാണ്, ഞാനത് വായിച്ചോളൂ. ഓണത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും 4 കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യും. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 4 കിലോ. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള 24,77,337 കുട്ടികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. വിദ്യാർത്ഥികൾക്കുള്ള അരി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കൈവശമുള്ള സ്റ്റോക്കിൽ നിന്ന് നൽകാനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. തുടർന്ന് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്കിവിടെ വേണ്ടത് 4 കിലോ എന്നുള്ള കണക്ക്. 4 കിലോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത് നമുക്കിപ്പോൾ ഈ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നതാണ് 4 കിലോ തീരുമാനിച്ചത്. പിന്നെ എവിടെ നിന്നാണ് വെട്ടിക്കുറച്ചത്? ഇവർ ഈ കൈരളി പറയുന്ന ഈ വാർത്ത എവിടെ നിന്നാണ്, എത്ര കിലോ ആണ് വെട്ടിക്കുറച്ചത്? മന്ത്രി അപ്പോൾ 4 കിലോ കൊടുത്താൽ അത് 8 കിലോ ആയിട്ട് കുട്ടികൾക്ക് കിട്ടുമെന്നോ മറ്റോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് അറിഞ്ഞില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് ശുദ്ധാപത്തല്ലേ പറഞ്ഞത്? വെട്ടിക്കുറച്ചെന്ന് പറയുമ്പോൾ കഴിഞ്ഞ 4 കിലോ കൊടുത്താൽ ഇത്തവണ 4 കിലോ തന്നെ കൊടുത്തു. അതെ, ഒരു മാറ്റം അതിൽ വന്നിട്ടില്ല. കഴിഞ്ഞ 4 കിലോ കൊടുത്തിട്ട് ഇത്തവണ 2 കിലോ കൊടുത്താൽ മാത്രമേ അതിലൊരു വാർത്തയാവുന്നുള്ളൂ. ഇത് ഇവരുടെ സ്ഥിരം രീതിയാണ്. ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥിരം രീതിയാണ്. അതിന് ആദ്യം ആടിനെ പട്ടിയാക്കുക, പട്ടിയാക്കുക, തല്ലിക്കൊല്ലുക, ഇതാണ് അവരുടെ രീതി. പണ്ട് പോലെ ഇങ്ങനെയാണ്. ഈ ഗീബൽസിൻ്റെ തന്ത്രങ്ങളെ കടത്തിവിടും. ഗീബൽസ് ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹം വളർന്ന് CPM നേതാക്കന്മാരുടെ കാലത്തൊട്ട് ഒരു അനുഗ്രഹം വാങ്ങിച്ചാണ്. കാരണം ഇത്തരം കള്ളം തട്ടിപ്പ് ഉടായ്പൊക്കെ ലോകത്ത് ഏറ്റവും കുപ്രസ്ഥനായ ആൾ ഗീബൽസാണ്. ഗീബൽസിനെ ഇവർക്ക് കടത്തിവിട്ടു. അതായത് ഒന്ന് ചുരുങ്ങിയ പക്ഷം ഇവർക്ക് പഴയ ഇവരുടെ തന്നെ മന്ത്രിയുടെ ആ പഴയ പോസ്റ്റെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാർത്ത കൊടുക്കാമായിരുന്നു. അതെ, അങ്ങനെയെങ്കിൽ ഇവർ ഇതുപോലെ ഒരു നുണ പറയേണ്ടി വരില്ല. മാത്രം ഞാൻ ഈ വാർത്ത നോക്കിയപ്പോൾ തന്നെ ഈ കമന്റ് ബോക്സിൽ സാധാരണ കൈരളിയുടെ ഒക്കെ കമന്റ് ബോക്സിൽ സ്തുതിപാഠകരെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ മുഴുവൻ വിമർശിക്കുന്നവരെ ഞാൻ കൂടുതൽ കണ്ടത്. അല്ല, ഇവർക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. ഒന്ന് V ശിവൻകുട്ടി വിളിച്ച് ചോദിച്ചാൽ മതി, എൻ്റെ കഴിഞ്ഞ ഓണത്തിന് കൊടുത്തത്. അല്ലെങ്കിൽ ശിവൻകുട്ടി പേഴ്സണൽ സ്റ്റാഫിലുള്ള ആരെല്ലാം അവിടെ ഉണ്ട്. കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന പലരും പേഴ്സണൽ സ്റ്റാഫിലുണ്ട്. അവരങ്ങനെ വിളിച്ച് ചോദിച്ചാൽ പോരെ, കൃത്യം എത്ര കിട്ടുമെന്ന് അറിയാമല്ലോ. എല്ലാ കാര്യത്തിലും ഇത് തന്നെയാണ്. ഈ BDSS സർക്കാരിനെതിരെ നിരന്തരമായി ഓരോ കാര്യങ്ങൾ കൊണ്ടുവരികയല്ലേ, അതെല്ലാം പൊളിഞ്ഞു പോയില്ലേ. ഇത് ഒരു കുഞ്ഞിരാമായണത്തിനകത്ത് കുഞ്ഞിരാമായണ സിനിമയിലെ ഒരു ഡയലോഗുണ്ട്, നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന പോലെ. ഇപ്പോൾ നമ്മൾ CPമാരോട് അങ്ങനെ ചോദിക്കാതിരിക്കും, ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ ആണല്ലോ. ഇവർ ചെയ്ത് മുഴുവൻ പൊട്ടിക്കരേണ്ട കാര്യങ്ങളാണല്ലോ. എന്തെല്ലാം അബദ്ധങ്ങളാണ് ഇവർ എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്ക്. പുതിയ സർക്കാർ വന്ന് കാലം തൊട്ട് തന്നെ ഇവർ ഓരോ കഥയുണ്ടാക്കും. BDSS അടുത്ത സ്ഥാനം പൊളിച്ചാൽ കൈ കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇത് സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയായിരിക്കും മിക്കവാറും. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഈ ഇവിടെ നിന്ന് ഇഡലിയും സാമ്പാറും കയറ്റി വയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് ഇപ്പോഴും മനസ്സിലാകാത്ത ആളുകളെ ചർച്ച ചെയ്തു. എങ്ങനെ സാമ്പാർ ഇഡലി വിദേശത്ത് അത് ഇന്നും ഞാനിപ്പോൾ നോക്കിയ ഒരു 3-4 മണിക്കൂർ മുമ്പ് ഇന്നും ഇത് സതീശൻ പറഞ്ഞത് മണ്ടത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്ന ആൾക്കാരെ ഞാൻ ഇന്നും കണ്ടതാണ്. അതുകൊണ്ടാണ് അവർ അന്തം കമ്മികൾ എന്നെല്ലാവരും വിളിക്കുന്നത്. അവർ അന്തം വിട്ട ആളുകളാണ്. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്നാണല്ലോ, അതിൻ്റെ കാര്യം. ഏതായാലും ഇത് ഈ സർക്കാരിന് വന്നതിൻ്റെ തൊട്ട് പിന്നാലെ നമുക്കറിയാമല്ലോ, വിഴിഞ്ഞം തുറമുഖത്തേക്ക് മറ്റേ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വരുന്നു, അവരെത്ര 1000 കോടി മുടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് ഭയങ്കര വരും കേട്ടോ, ഭയങ്കര സംഭവമാണ്, വിദേശ നിക്ഷേപം എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ദിവസം പറയുന്നത് തട്ടിപ്പാണെന്നുള്ളത് നമ്മൾ കണ്ടാണല്ലോ ഇത്. അതുപോലെ VD സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ഒരുത്തൻ MDMA വിൽപ്പന നടത്തിയവനെ കുറിച്ച് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ MDA കച്ചവടം നടക്കുന്ന രീതിയിലാണ് അവർ വാർത്ത കൊടുത്തത്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് മുന്നിൽ ഇവർ പരിഹാസ്യരാവാനല്ലാതെ ഇത് ആൾക്ക് അറിയാറുണ്ട്. ഇവരിപ്പോഴും കരുതിയിരിക്കുന്നത് ഒരു 70കളിൽ മറ്റ് ജീവിക്കുകയാണെന്നുള്ള ധാരണയിലാണ് പലപ്പോഴും CPMൻ്റെ പല പ്രോപ്പൻറ്റുകളും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇവർ ഈ ലോകത്തല്ല ജീവിക്കുന്നത്. ആളുകൾക്ക് കാര്യങ്ങൾ അറിയാൻ
10,000 മാർഗ്ഗം അവൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്. അത് നിസ്സാരമായിട്ട് അറിയാം. 4 കിലോ കൊടുത്തുള്ളൂ എന്ന് കഴിഞ്ഞ വർഷം എത്ര കൊടുത്തു എന്ന് അറിയാൻ ഒന്നും നെറ്റ് എടുത്ത് നോക്കിയാൽ പോരെ, കൃത്യമായിട്ട് വിവരം കിട്ടില്ല കഴിഞ്ഞ വർഷം എത്ര കിട്ടിയെന്നുള്ളത്. അതൊന്നും ചിന്തിക്കാതെ, പിന്നെ ഈ പാർട്ടി അണികൾ അവർ ചിന്തിക്കാറില്ല, അവർ തലയ്ക്കകത്ത് സംഗതി ഇല്ലാത്തതുകൊണ്ട് അവരത് വിശ്വസിച്ച് അങ്ങ് മുന്നോട്ട് പോകും. അതാണ് അവിടെ സംഭവിക്കാറുള്ളത്. ഏതായാലും ഇത് വളരെ വിചിത്രവും രസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ പാർട്ടി ചാനലും പാർട്ടി ചാനലും പാർട്ടി പത്രവും കൂടെ മത്സരിച്ച് ഈ കോമഡി ഷോ അവതരിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് മോശമാണ്, അപമാനകരമാണ്. അവിടെയുള്ള മാധ്യമപ്രവർത്തകരും ചിന്തിക്കണം. അവരിത് പാർട്ടി സമ്മർദ്ദം കാണുമായിരിക്കും, നമുക്കത് അറിയാം. അവർ മോളിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അത് പാർട്ടി ചായ്വ് കാണിക്കുമ്പോഴും കൊടുക്കുന്ന വാർത്തകൾക്ക് ഒരു ആധികാരികത ഉണ്ട് എന്ന് നമ്മൾ കരുതിയിരുന്നതാണ്. അതെ, പക്ഷെ അത് ഇല്ലാതായി പോയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം അവരുടെയൊക്കെ തന്നെ വിശ്വാസതയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം അവരാരും ഓർക്കുന്നതേയില്ല. ഇടയ്ക്ക് എം.വി. ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ദേശാഭിമാനി അവരുടെ ആളുകൾ പോലും വായിക്കുന്നില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഗോവിന്ദ മാഷോട് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ചോദിച്ചില്ല, അച്ഛൻ കണ്ണാടി നോക്കാറില്ലേ എന്ന് ചോദിച്ചില്ലേ. അതിൻ്റെ വേറെ അവസ്ഥയാണ്. സാഹകൾ ചോദിക്കണം, നിങ്ങളാരും ഇവിടെ നാട്ടിലൊന്നും അറിയാറില്ലേ, കഴിഞ്ഞവൺ എത്ര അരി കൊടുത്തു നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് പാർട്ടി സാഹകൾ ഇവരുടെ അടുത്ത്, ഈ വാർത്ത കൊടുത്ത ആളുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. വളരെ ഇത് നാണക്കേടാണ് സത്യം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളായിട്ടൊക്കെ ഒരു രംഗത്തിറങ്ങുക. ഒരു മാധ്യമമല്ല, അതിനൊരു വിശ്വാസ്യതയില്ലേ, അത് പൂർണ്ണമായി ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ്, ദയനീയമാണെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ CPM ഇപ്പോഴും UDF ആക്രമിക്കത്തക്ക ഒരു വടി അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടുമാണ് കിട്ടാൻ, അതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ ഏതായാലും ഇനി ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമുക്ക് പാർട്ടി മാധ്യമങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം. അടുത്ത ദിവസം തന്നെയുള്ള മറുപടിയുമായി VD സതീശൻ എത്തും. അതോടുകൂടി ആ വാർത്ത അങ്ങ് തീരും. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്നുള്ളതാണ് ഇവരാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ തന്നെയും ഇവിടെ ഇപ്പൊ ഒരു മുഖ്യമന്ത്രി വിശദീകരണം കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അതിനു മുമ്പ് തന്നെ ജനം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അതിനുള്ള ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ ഇനി ഇവരിതിൽ ഏതായാലും തെറ്റിദ്ധരുത്താൻ ഇവർ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം ഇവർ നാളെ അതിൽ എന്ത് ന്യായീകരണമാണ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ കണ്ടറിഞ്ഞാൽ അത്രയേ ഉള്ളൂ.